നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അധികാരത്തോട് സത്യം പറയുകയെന്നതാണ് കവിതയുടെ പ്രാഥമിക ധർമ്മമെന്ന് കവി സച്ചിദാനന്ദൻ. പടന്നക്കാട് നെഹ്റു കോളേജിൽ കാഞ്ഞങ്ങാട് കാവ്യോത്സവത്തിന് തുടക്കം. ദേശീയ വിരവിമുക്ത ദിനം. ജില്ലയിൽ വിരഗുളികകൾ വിതരണം തുടങ്ങി. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവത്തിന് ഫെബ്രുവരി 15-ന് പൗവൽ LBS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നടക്കും. മീഡിയ റൂം പ്രവർത്തനം ആരംഭിച്ചു. ആലാമിപ്പള്ളിയിലെ DCRCയുടെ പ്രവർത്തനം ഉടൻ ആരംഭിക്കണം. ഭിന്നശേഷിക്കാരുടെ കാഞ്ഞങ്ങാട് ഏരിയ കൺവെൻഷൻ നടന്നു. ഹദിയ അതിഞ്ഞാലി നടത്തുന്ന ഹിദായ 2017 12-ന് തുടക്കമാവും. ഹിദായയ്ക്കായി 20,000 പേർക്ക് ഇരിക്കാവുന്ന വേദിയൊരുങ്ങി. വൃക്കരോഗങ്ങളെ തിരിച്ചറിയാൻ സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പൊരുക്കി ലയൺസ് ക്ലബ് ബേക്കൽ ഫോർട്ട് പ്രവർത്തകർ. ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ മുഖം മാറുന്നു. ജീവനക്കാരുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ശില്പശാല സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കവിതയുടെ പ്രാഥമിക ധർമ്മം അധികാരത്തോട് സത്യം പറയുകയാണെന്ന് കവി സച്ചിദാനന്ദൻ. നെഹ്റു കോളേജിൽ നടന്ന കാഞ്ഞങ്ങാട് കാവ്യോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അസത്യം നിറഞ്ഞ ഭാഷയെ സത്യം പറയിക്കുന്നതിനു വേണ്ടി ആ ഭാഷയുടെ ഘടനയെ കവിതകളിലൂടെ അഴിച്ചുപണിയേണ്ടി വരുമെന്ന് കവി സച്ചിദാനന്ദൻ പറഞ്ഞു. സത്യം പറയാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായാണ് കവിത നവീകരിക്കപ്പെടുന്നതെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. ഇതിനെയാണ് ഞാൻ നമ്മുടെ സംസ്കാര പാരമ്പര്യം, അധീശത്വം പുലർത്തുന്ന സംസ്കാരത്തിനെതിരെ സംസാരിക്കുന്ന, അതിൻ്റെ തിന്മകൾക്ക് എതിർ നിൽക്കുന്ന, അത് കൊണ്ടുവരുന്ന എല്ലാ തരത്തിലുള്ള ശ്രേണി വ്യവസ്ഥകളെ അടിസ്ഥാനപരമായി തന്നെ വെല്ലുവിളിക്കുന്ന ഒരു കവിതയുടെ പാരമ്പര്യമാണ് വാസ്തവത്തിൽ ഇന്ത്യൻ കവിതയുടെ തന്നെ മൗലികമായ പാരമ്പര്യം എന്ന് പറയാനാണ് ഞാൻ ഈ ഉദാഹരണങ്ങൾ നിരത്തിയത്. 150-ൽ പരം കവികളാണ് 2 ദിവസങ്ങളിലായി നടക്കുന്ന കാവ്യോത്സവത്തിൽ ഭാഗവാക്കാകുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ മലയാളത്തിലെ പ്രമുഖ കവി കരിവള്ളൂർ മുരളി, KG ശങ്കരപ്പിള്ള ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. നെഹ്റു കോളേജ് സാഹിത്യവേദിയാണ് കാവ്യോത്സവം സംഘടിപ്പിക്കുന്നത്. അഖിലേന്ത്യാ തലത്തിൽ സാഹിത്യവേദി സംഘടിപ്പിച്ച കവിതാ സമാഹാരത്തിൽ 1ാം സമ്മാനം നേടിയ 3 വിദ്യാർത്ഥികൾക്ക് സച്ചിദാനന്ദൻ പുരസ്കാരം നൽകി. ഡോക്ടർ അംബികാസുധൻ മാങ്ങാട്, കോളേജ് മാനേജർ ഡോക്ടർ K വിജയരാഘവൻ, പ്രിൻസിപ്പൽ PV പുഷ്പ, EP രാജഗോപാലൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ആദികാവ്യം തൊട്ട് നവീന കവിതകൾ വരെ ചർച്ചയാവുന്ന 2 ദിനങ്ങൾ. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് വേദിയാവുന്നത് കവിതയും അതിന്റെ ഭാഷയും ചർച്ചയാവുന്ന കാവ്യോത്സവ ദിനങ്ങൾക്ക്.
60-ലേറെ കവികൾ കാവ്യോത്സവത്തിൽ പങ്കെടുക്കാനായി എത്തുന്നുണ്ട്. ആദ്യ ദിവസമായ വെള്ളിയാഴ്ച സച്ചിദാനന്ദൻ, കെ.ജി. ശങ്കരപ്പിള്ള, കരിവള്ളൂർ മുരളി തുടങ്ങിയ കവികൾ കാവ്യോത്സവത്തിൽ പങ്കെടുക്കാനെത്തി. വരയും നൃത്തവുമെല്ലാം കവിതയോട് ചേർന്ന് നിൽക്കുമെന്ന് തെളിയിക്കുന്ന പരിപാടികളും കാവ്യോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. നെഹ്റു കോളേജിലെ സാഹിത്യവേദിയുടെ 30ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് കാവ്യോത്സവം സംഘടിപ്പിക്കുന്നത്. കോളേജ് ക്യാമ്പസിന്റെ മണ്ണും മരങ്ങളും ചുമരുകളുമെല്ലാം കവിതകളാൽ നിറഞ്ഞ അന്തരീക്ഷമാണ്. ഇഷ്ടകവിതയെ വരയിലാക്കി ചിത്രകാരന്മാരും കാവ്യോത്സവത്തെ സമ്പന്നമാക്കി. ബിജു കാഞ്ഞങ്ങാട്, ശ്യാമ ശശി ഉൾപ്പെടെയുള്ള ചിത്രകാരന്മാർ കവിതകൾക്ക് നിറച്ചാർത്ത് നൽകി. കാവ്യോത്സവത്തിന് കൊഴുപ്പേകാൻ സാഹിത്യവേദിയുടെ വിദ്യാർത്ഥികൾ ഉത്തര മലബാറിന്റെ തെയ്യങ്ങൾ ഉൾപ്പെടെയുള്ള കലകളുടെ ശില്പങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സച്ചിദാനന്ദനും കെ.ജി. ശങ്കരപ്പിള്ളയും അടക്കമുള്ള മലയാള സാഹിത്യത്തിലെ 50-ൽ പരം കവികൾ സംഗമിക്കുന്ന കാവ്യോത്സവം നെഹ്റു കോളേജിൽ പൂക്കാലം വിരിയിച്ചിരിക്കുകയാണ്. ക്യാമറാമാൻ വിമൽകുമാറിനോടൊപ്പം വിഭിഷ വിജയൻ. ദേശീയ വിരവിമുക്ത ദിനം ജില്ലയിൽ വിരഗുളികകൾ വിതരണം ചെയ്തു. ജില്ലാതല ഉദ്ഘാടനം പെരിയ നവോദയ സ്കൂളിൽ നടന്നു. ദേശീയ വിരമുക്ത ദിനത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിരഗുളികകൾ വിതരണം ചെയ്തു. പെരിയ ജവഹർ നവോദയ വിദ്യാലയത്തിൽ ജില്ലാതല ഉദ്ഘാടനം നടന്നു. കെ കുഞ്ഞിരാമൻ എം.എൽ.എ കുട്ടികൾക്ക് വിരമരുന്ന് നൽകിക്കൊണ്ട് ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. അതെല്ലാം വിമുക്തമാകാം, നമ്മുടെ കുട്ടികളെല്ലാം രക്ഷിച്ചെടുക്കാൻ കഴിയണം എന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഗുളികകളെല്ലാം കൊടുക്കുന്ന ഓരോ ഐറ്റംസും ഓരോ തുള്ളിമരുന്നായി ഇഞ്ചക്ഷനായി കുട്ടികളെ ജീവൻ നടപടി ഭാഗമായിട്ടാണ്. അതല്ലെങ്കിൽ അംഗവൈകല്യം വരരുത് എന്നതിന് ഫലമായിട്ടാണ്. അതൊക്കെ മനസ്സിലാക്കുന്നവരാണ് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരായാലും പഠിക്കുന്ന നിങ്ങൾ ഉയർന്ന വിദ്യാർത്ഥികളായാലും നിങ്ങൾ പഠിക്കുന്നവരാണ്. അങ്ങനെ പഠിച്ച് വളർന്ന് നമ്മുടെ നാടിനെ പ്രചരിപ്പിക്കാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടാകണം എന്നതുകൊണ്ടാണ് ഈ നവോദയ തന്നെ ഈ പരിപാടി തന്നെ നോക്കാൻ ഇവിടെ പ്രേരിപ്പിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നവോദയ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ പി ദിനേഷ് കുമാർ അധ്യക്ഷനായി. പുല്ലൂർ പെരിയ പഞ്ചായത്ത് അംഗം കെ എ ഷാഹിദ, നവോദയ വിദ്യാലയ പ്രിൻസിപ്പൽ കെ എം വിജയകൃഷ്ണൻ, പെരിയ സാമൂഹ്യാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജ്മോഹൻ, സ്റ്റാഫ് കൌൺസിൽ പ്രതിനിധി വി സുധാകർ ശർമ്മ, പി ടി എ പ്രതിനിധി മധു കരിമ്പിൽ, ജില്ലാ നഴ്സിംഗ് ഓഫീസർ ടി വി ശൈലജ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ മുരളീധരൻ നെല്ലൂരായ സ്വാഗതവും വിൻസെന്റ് ജോൺ നന്ദിയും പറഞ്ഞു. സംസ്ഥാന നിരീക്ഷകനായ പി ദുരൈരാജും ജില്ലയിലെത്തിയിരുന്നു. വെള്ളിയാഴ്ച പ്രതിരോധ ഗുളികൾ കഴിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് 15-ന് സ്കൂളുകളിലും അംഗൻവാടികളിലും പ്രതിരോധ മരുന്നുകൾ ലഭ്യമാക്കുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഫെബ്രുവരി 15 മുതൽ 19 വരെ നടക്കുന്ന കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവത്തിന്റെ ഭാഗമായുള്ള മീഡിയ റൂമിന്റെ ഉദ്ഘാടനം നടന്നു. പൂവൽ LBS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നടന്ന മീഡിയ റൂം ഉദ്ഘാടന കർമ്മം ജില്ലാ കളക്ടർ ജീവൻ ബാബു നിർവഹിച്ചു. പൂവൽ LBS എഞ്ചിനീയറിംഗ് കോളേജിൽ ഫെബ്രുവരി 15 മുതൽ 19 വരെ നടക്കുന്ന കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവത്തിന് മുന്നോടിയായുള്ള മീഡിയ റൂമിന്റെ ഉദ്ഘാടനമാണ് കാസർഗോഡ് ജില്ലാ കളക്ടർ ജീവൻ ബാബു IAS നിർവഹിച്ചത്. കോളേജിന്റെ അക്കാഡമിക് ലെവലിലുള്ള ഒരു പ്രവർത്തനം എല്ലാവരും ആഗ്രഹിക്കും. കാരണം സ്വാഭാവികമായിട്ട് അക്കാഡമിക് ആയിട്ടുള്ള നല്ലൊരു പ്രവർത്തനം നടത്താത്ത കോളേജ്, അക്കാഡമിക് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഫസ്റ്റ് റാങ്ക് മേടിക്കുന്ന അല്ലെങ്കിൽ എല്ലാ വർഷവും ഫസ്റ്റ് റാങ്ക് മേടിക്കുകയോ ചെയ്യുന്നത് മാത്രമല്ല അക്കാഡമിക് പ്രവർത്തനം. ഒരു കോളേജിൽ കൃത്യമായിട്ട് അധ്യയനം നടക്കുകയും അവിടെ നിന്ന് കുട്ടികൾ കൃത്യമായ രീതിയിൽ പഠിച്ച് പാസ്സാവുകയും ആ പാസ്സാവുന്ന കുട്ടികൾക്ക് അടുത്തൊരു തലത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ടാകുമെന്ന് പറയുന്നതാണ് നമ്മൾ അക്കാഡമിക് പ്രവർത്തനം പറയുന്നത്. അപ്പൊ നിങ്ങളൊരു സ്കൂളിൽ പഠിച്ച ആ സ്കൂളിൽ നിന്ന് പഠിച്ച് ഒരുത്തരം ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി ജോയിൻ ചെയ്യും. അത് തന്നെയാണ് കോളേജിന്റെ കാര്യത്തിലും. എന്റെ മകനെ ഞാൻ വിടണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന അവിടെ പോയവൻ രക്ഷപ്പെടുകയോ ഇല്ലയോ എന്ന് അറിയാമെങ്കിൽ മാത്രമേ ഞാൻ വിടുള്ളൂ, അല്ലാത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ആരും വിടില്ല. മീഡിയ കമ്മിറ്റി ചെയർമാൻ സണ്ണി ജോസഫ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ കലോത്സവം വിജയകരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ. ഉദ്ഘാടന ചടങ്ങിൽ മീഡിയ കമ്മിറ്റി കൺവീനർ വൈശാഖ് ശോഭനൻ, LBS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ഷുക്കൂർ, അബ്ദുറഹ്മാൻ, ജിൽമി വർഗീസ്, JR മീരചന്ദ്രൻ, സുഭാഷ് പാടി തുടങ്ങിയവർ സംസാരിച്ചു. ആലാമിപ്പള്ളിയിലെ DCRCയുടെ പ്രവർത്തനം ഉടൻ ആരംഭിക്കണമെന്ന് ഭിന്നശേഷിക്കാരുടെ കാഞ്ഞങ്ങാട് ഏരിയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കുന്നുമ്മൽ NSS ഓഡിറ്റോറിയത്തിലാണ് കൺവെൻഷൻ നടന്നത്. ആലാമിപ്പള്ളിയിലെ DCRCയുടെ പ്രവർത്തനം ഉടൻ ആരംഭിക്കണമെന്ന് ഭിന്നശേഷിക്കാരുടെ കാഞ്ഞങ്ങാട് ഏരിയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു.
കുന്നുമ്മൽ NSS ഓഡിറ്റോറിയത്തിലാണ് കൺവെൻഷൻ നടന്നത്. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും പ്രവർത്തനം നടക്കാത്ത DCRC പ്രവർത്തനക്ഷമമാക്കാൻ സത്വര നടപടി സ്വീകരിക്കണമെന്ന് ഭിന്നശേഷിക്കാരുടെ കാഞ്ഞങ്ങാട് ഏരിയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. DAWF കൺവെൻഷൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M. ഗൗരി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പോകുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെല്ലാം വീൽചെയർ സൗഹൃദമായിരിക്കണം എന്നുള്ള നിബന്ധന ഗവൺമെന്റ് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അത് കൃത്യമായി പാലിക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫീസുകളും മുമ്പോട്ട് വരുന്നുണ്ടോ എന്നുള്ള പരിശോധന കൂടി നമുക്ക് നടത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ നമുക്കറിയാം, ഭിന്നശേഷിക്കാർക്ക് ഫണ്ട് മാറ്റിവെക്കുന്നു എന്ന് പറയുമ്പോൾ കേവലം ഒരു വാഹനം കൊടുക്കുക അല്ലെങ്കിൽ ഒരു പെട്ടിക്കട ഇട്ട് കൊടുക്കുക എന്നത് മാത്രമല്ല. നമുക്കൊരു ഓഫീസ് ഇപ്പൊ നമുക്ക് ഇതിന്റെ മേലേക്ക് കയറി വരാൻ തന്നെ വലിയ ബുദ്ധിമുട്ട് നമ്മുടെ ആളുകൾ അനുഭവിക്കുന്നുണ്ട് എന്ന വസ്തുത നമുക്കറിയാം. K. പവിത്രൻ അധ്യക്ഷത വഹിച്ചു. A. വേണുഗോപാലൻ, M. കൃഷ്ണൻ, അബ്ദുള്ള കുണിയ എന്നിവർ സംസാരിച്ചു. P. ദിവ്യ സ്വാഗതം പറഞ്ഞു. ജീവനക്കാരുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്ന ഭാരതീയ ചികിത്സാ വകുപ്പ് നടത്തിവന്ന പരിശീലനം സമാപിച്ചു. പൊതുജനങ്ങൾക്ക് കാര്യക്ഷമമായ സേവനം ലക്ഷ്യമിട്ടാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. ജീവനക്കാരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം കാര്യക്ഷമമാക്കുക, പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടാണ് ഭാരതീയ ചികിത്സാ വകുപ്പ് പരിശീലനം സംഘടിപ്പിച്ചത്. DMO ഡോക്ടർ A.V. സുരേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സീനിയർ സൂപ്രണ്ട് രാംകുമാർ, M. സഞ്ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ മധു S. നായർ, ശ്രീനി പള്ളിയത്ത്, വിനോദ് കുമാർ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്താണ് ജീവിതം? എല്ലാവരുടെയും കാഴ്ചപ്പാട് ഒരുപാടല്ല, അല്ലേ? നമ്മൾ ഒരുപോലെ അല്ല കാര്യങ്ങൾ ശരിയാക്കി എടുക്കുന്നത്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്താണ് ജീവിതം? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ എന്താണ്? ഡെഫിനിഷൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അല്ലേ? ഡെഫിനിഷൻ പറഞ്ഞാൽ മനസ്സിലാവില്ലേ അത്യാവശ്യം? അപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു കാഴ്ചപ്പാട്, നമ്മൾ കൊടുത്തിരിക്കുന്ന ജീവിതം എന്ന് പറയുമ്പോൾ എന്താണ്, എന്തിനാണ്, അത് എങ്ങനെയാണ്, ആരും പഠിപ്പിച്ചിട്ടുണ്ടോ? എന്താണ് ജീവിതം എന്ന് ഒരു സ്കൂളിലും പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത് ഒരു സ്കൂളിലും പഠിപ്പിക്കുന്നില്ല, അല്ലെ? എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങിക്കണം, നല്ല ജോലി നേടിയെടുക്കണം, നന്നായിട്ട് ജീവിക്കണം. ഈ നന്നായിട്ട് ജീവിക്കുന്നത് എങ്ങനെയാ, അതാണ് പറഞ്ഞിട്ടില്ല. 2016-17 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിശീലന പരിപാടി നടത്തുന്നത്. ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ ജില്ലാ ഓഫീസിലെ മുഴുവൻ ജീവനക്കാരും ക്ലാസിന് നേതൃത്വം നൽകി. 77 വർഷം പിന്നിടുന്ന അജാനൂർ GFUP സ്കൂളിന്റെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാൻ DCC പ്രസിഡന്റ് ഹക്കീം കുന്നിലെത്തി. സ്കൂളിൽ ഒരുക്കിയ കൂറ്റൻ ക്യാൻവാസിൽ ഒപ്പുചാർത്തി. അജാനൂർ കടപ്പുറം GFUP സ്കൂളിന്റെ ഓർമ്മ പുസ്തകത്തിന്റെ ഭാഗമാക്കാൻ DCC പ്രസിഡന്റ് ഹക്കീം കുന്നിലുമെത്തി. 77 വർഷം പിന്നിടുന്ന സ്കൂളിൽ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന വേറിട്ട പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഹക്കീം കുന്നിലെത്തിയത്. 12 നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി രക്ഷാകർതൃ സംഗമത്തിന് മുന്നോടിയായാണ് 77 മീറ്റർ നീളമുള്ള ക്യാൻവാസ് ഒരുക്കിയത്. ക്യാൻവാസിൽ ഒപ്പുചാർത്തിയ ഹക്കീം കുന്നിൽ സ്കൂൾ വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു. ഇപ്പം വന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകന്മാർ അതേ മനസ്സോടെ, ഒരേ മനസ്സോടുകൂടി, ഒരേ എല്ലാ പ്രയാസങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് സ്കൂളിൻ്റെ അടിസ്ഥാന വികസനം, സ്കൂളിലെ കുട്ടികൾക്ക് ഏറ്റവും നല്ല അന്തരീക്ഷം, ഏറ്റവും നല്ല ഗുണനിലവാരത്തോടു കൂടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടാക്കുക, ഇങ്ങനെ ഒരു സ്കൂളിൻ്റെ ചുറ്റളവിൽ നിന്നുകൊണ്ട്, അത് ഒരുപക്ഷെ ഏറ്റവും പരിമിതമായ സാഹചര്യത്തിലും സൗകര്യത്തിലുമുള്ള ഒരു പ്രദേശത്ത്, ഇങ്ങനെ ഏത് അധ്യാപകൻ ഈ സ്കൂളിനകത്ത് ഒരുപക്ഷെ സർവീസിലുള്ള ആളുകൾ ഒരുപക്ഷെ അവരുടെ സർവീസ് കാലഘട്ടത്തിൽ സ്ഥലം മാറിപ്പോവുക, വീണ്ടും അവിടെ വരിക, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കേരള സംസ്ഥാനം ഉണ്ടായ കാലഘട്ടം മുതൽ ഉള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ സ്കൂളിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കാര്യങ്ങളാണ് ഒരു അധ്യാപകൻ തുടങ്ങി വെച്ച കാര്യങ്ങൾ, ആ നാട്ടിലെ പൊതുപ്രവർത്തകർ തുടങ്ങി വെച്ച സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് പൂർത്തീകരിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തുടർന്ന് വരുന്ന അധ്യാപകർ അത് ഏറ്റെടുക്കുന്നു. സ്കൂളിന് സമീപം ഉപയോഗിക്കാതെ കിടക്കുന്ന കോൺഫറൻസ് ഹാൾ കെട്ടിടം സ്കൂളിന് ക്ലാസ് നടത്താൻ വിട്ടുകൊടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ചടങ്ങിൽ കുറുമ്പ ഭഗവതി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് K. രാജൻ, ഹെഡ്മാസ്റ്റർ AG ഷംസുദ്ദീൻ, A. ഹമീദ് ഹാജി, KG സജീവൻ, നികേഷ് മാടി, അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. വൃക്കരോഗങ്ങളെ തിരിച്ചറിയാൻ ലയൺസ് ക്ലബ് ബേക്കൽ ഫോർട്ടും ബ്രദേഴ്സ് ബേക്കലും സംയുക്തമായി ക്യാമ്പ് സംഘടിപ്പിച്ചു.
ബേക്കൽ മിനി സ്റ്റേഡിയത്തിലാണ് ക്യാമ്പ് നടന്നത്. വൃക്കരോഗങ്ങളെ തിരിച്ചറിയാൻ ലയൺസ് ക്ലബ്ബ് ബേക്കൽ ഫോർട്ടും ബ്രദേഴ്സ് ബേക്കലും സംയുക്തമായി സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബേക്കൽ മിനി സ്റ്റേഡിയത്തിലാണ് ക്യാമ്പ് നടന്നത്. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ മൾട്ടിപ്പിൾ 318ന്റെ സഹകരണത്തോടെ കേരളത്തിലാകമാനം 250 പരം വൃക്കരോഗ നിർണയ ക്യാമ്പുകൾ നടത്താനാണ് തീരുമാനം. 1800 രൂപയോളം ചെലവ് വരുന്ന ടെസ്റ്റ് 150 രോഗികൾക്ക് രജിസ്ട്രേഷൻ മുഖാന്തരം നടത്തി. ക്യാമ്പ് കെ കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. ഉത്തരം മുതലായ മംഗലാരം കൊണ്ടുപോയപ്പോൾ എറണാകുളത്ത് കൊണ്ടുവന്നെ എറണാകുളത്ത് കൊണ്ടുപോയി എറണാകുളത്ത് തിരിച്ചു കൊണ്ടുവന്നിട്ട് പിഴുന്നതിനെ വരിച്ചു. ഇതാണ് കേസ്. അപ്പോൾ കുറച്ച് മുമ്പേ ഇത് കണ്ടുപിടിച്ച് ചികിത്സിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പല ആളുകൾ രോഗം നിർണ്ണയിക്കാൻ താമസിച്ചതിന്റെ ഫലമായി, രോഗം വന്നാൽ ചികിത്സിക്കാതിന്റെ ഫലമായി എത്രയോ ആളുകൾ നമുക്ക് രോഗം വന്ന് പിടിപെട്ട് മരിക്കപ്പെടുന്നു എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. രോഗം വരാതിരിക്കാനുള്ള ഒരു സമാനം അദ്ദേഹം നടത്തണം. അതും നമ്മുടെ വീട്ടിൽ ആർക്കുമില്ല, നമുക്ക് ആർക്കുമില്ല. അതിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് വ്യായാമം ചെയ്യണം. ആ പണിയന്മാരെടുക്കില്ല. ഇല്ല, വീട്ടിൽ പെണ്ണുങ്ങൾക്ക് പണ്ട് നല്ല അരക്കലും വെള്ളം പിരിക്കലാകുമ്പോൾ നല്ല വ്യായാമമായിരുന്നു. ഇപ്പം ആരും വീട്ടിൽ അരക്കുന്നില്ലേ? പൊടി കലക്കി കൊടുക്കല്ലേ അല്ലേ? മസാലപ്പൊടി ഒരു മസാലപ്പൊടി തരും, അത് വീട്ടിൽ നിന്ന് പറ്റി ഭക്ഷണമാക്കലാണ്. വേറെ ആരും ചെയ്യുന്നില്ലേ? ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഖാലിദ് സി പാലക്കി അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം ഡയറക്ടർ സുകുമാരൻ പൂച്ചക്കാട്, ഗഫൂർ ബേക്കൽ, അൻവർ ഹസൻ, PM അബ്ദുൽ നാസർ, യൂറോ കുഞ്ഞബ്ദുള്ള, റാഷിദ് ബേക്കൽ, MB ഹനീഫ്, ഹാറൂൺ ചിത്താരി, ബഷീർ കുശാൽ നഗർ, ഷുക്കൂർ ബെസ്റ്റോ, CV സുബൈർ, ഖാജ അബൂബക്കർ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ അമീൻ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. ഹദിയ അതിഞ്ഞാല് നടത്തുന്ന ഹിദായ 2017 12-ന് തുടക്കമാവും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതിഞ്ഞാലിലെ നിരാശ്രയരും നിരാലംബരുമായവർക്ക് വിദ്യാഭ്യാസം, രോഗചികിത്സ, പാർപ്പിടം, വിവാഹ സഹായം തുടങ്ങിയ മേഖലകളിൽ സഹായം ലഭ്യമാക്കിയാണ് ഹാദിയ പ്രവർത്തകർ ചെയ്തുവരുന്നത്. ഹാദിയ അതിഞ്ഞാൽ സംഘടിപ്പിക്കുന്ന ഹിദായ 2017 12 മുതൽ 16 വരെ തീയതികളിൽ നടക്കും. ഹിദായ 2017 ഉദ്ഘാടനം 12 രാത്രി 8:30 അതിഞ്ഞാൽ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് C ഇബ്രാഹിം ഹാജിയുടെ അധ്യക്ഷതയിൽ ആറളം അബ്ദുൽ ഖാദർ ഫൈസി നിർവഹിക്കും. 14 രാത്രി 8:30 പാലക്കി കുഞ്ഞാമുദ് ഹാജിയുടെ അധ്യക്ഷതയിൽ നവാസ് മനാനി പറവൂർ മുഖ്യപ്രഭാഷണം നടത്തും. സമാപന ദിവസമായ 16 രാത്രി 8:30 KV അബ്ദുറഹ്മാൻ ഹാജിയുടെ അധ്യക്ഷതയിൽ ഷറഫുദ്ദീൻ ബാഖഫി മാങ്ങാട് പ്രഭാഷണം നടത്തും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ MBM അഷ്റഫ്, ഖാലിദ് അറബിക്കാടത്ത്, കുഞ്ഞാമുദ് പാലക്കി, PM ഫാറൂഖ്, PM ഹസൻ ഹാജി, KP കുഞ്ഞുമൊയ്തീൻ, B മുഹമ്മദ്, CH സുലൈമാൻ, CB സലീം, P ഫൈസൽ തുടങ്ങിയവർ പങ്കെടുത്തു. മധൂർ ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിൽ 115ാം വാർഷികാഘോഷത്തിന് തുടക്കമായി. വിദ്യാഭ്യാസ ഉപഡയറക്ടർ E സുരേഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മധൂർ ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിന്റെ 115ാം വാർഷികാഘോഷത്തിനാണ് വിവിധ പരിപാടികളോടെ തുടക്കമായത്. രാവിലെ പതാക ഉയർത്തൽ ചടങ്ങോടെ ആരംഭിച്ച പരിപാടി വിദ്യാഭ്യാസ ഉപഡയറക്ടർ EK സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെയും നിങ്ങളുടെ ഏട്ടന്മാരുടെയും അതുപോലെ തന്നെ സ്പോൺസർമാരുടെയൊക്കെ സഹായത്തോടെ ഈ സ്കൂളും വളരെ നല്ല നിലവാരത്തിലേക്ക്, അന്തർദേശീയ നിലവാരത്തിലേക്ക് അടുത്ത് തന്നെ വരും. നിങ്ങളും അതുപോലെ തന്നെ നന്നായി പഠിക്കണം. എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടാവും. നിങ്ങള് നല്ല കുട്ടികളാണ്. എല്ലാ കഴിവുകളുള്ള കുട്ടികളായി വളരുക. അത് കലയിലും സ്പോർട്സിലും ഒക്കെ പങ്കെടുക്കുക. നിങ്ങളുടെ സ്കൂളിന് നല്ല പേരുണ്ടാക്കുക. ഈ മുമ്പിലിരിക്കുന്ന കുട്ടികളിൽ ഞാൻ ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും മാത്രമല്ല, സമൂഹ നേതാക്കളെയും എഴുത്തുകാരെയും ശാസ്ത്രജ്ഞരെയും അതുപോലെ തന്നെ ലോകത്തിന് തണലാവുന്ന പൊതുപ്രവർത്തകരെയും ഒക്കെ കാണുകയാണ്. പരിപാടിയിൽ മധൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മാലതി സുരേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം MR യോഗീഷ്, താരാനാഥ് മധു, ബാലകൃഷ്ണ ഗിദ്ദായ, C രോഹിണി, അരവിന്ദൻ, M സീതാരാമ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും സാഹിത്യ മത്സരങ്ങളും വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. പരിപാടി ശനിയാഴ്ച സമാപിക്കും. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ വൈദ്യുതീകരണ പദ്ധതി പുരോഗമിക്കുന്നു. വിവിധ വൈദ്യുതി സെക്ഷനുകളിൽ വൈദ്യുതിയില്ലാത്ത വീടുകൾ കണ്ടെത്തി സെക്ഷനിലെ ജീവനക്കാർ തന്നെ മുൻകൈ എടുത്താണ് വൈദ്യുതി വെളിച്ചം നൽകുന്നത്. പടന്ന വടക്കേപ്പുറത്തെ P സരോജിനിയുടെ വീട്ടിലും വൈദ്യുതി വെളിച്ചമെത്തി. സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന്റെ ഭാഗമായി KSEB വർക്കേഴ്സ് അസോസിയേഷൻ CATU പടന്ന വൈദ്യുതി സെക്ഷൻ കമ്മിറ്റിയിലെ പ്രവർത്തകർ നേതൃത്വം നൽകി. അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി V ലക്ഷ്മണൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. മൊത്തമായും വർക്കേഴ്സ് അസോസിയേഷൻ സമ്പൂർണ്ണമായി വൈദ്യുതീകരിക്കുന്നതിന് വേണ്ടി പോവുകയാണ്. 25 മത്സ്യത്തൊഴിലാളികൾക്ക് വർക്കേഴ്സ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണമായ വൈദ്യുതീകരണത്തിന്റെ ഭാഗമായി വൈദ്യുതി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, അതിന്റെ പ്രാരംഭ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മാത്രമല്ല,
കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ പഠന സെക്ഷനിൽ തന്നെ ജീവനക്കാർ നൽകിയിട്ടുള്ള മറ്റൊരു കണക്ഷൻ നമ്മുടെ ബഹുമാനപ്പെട്ട MLA സഹാബ് M. രാജഗോപാലൻ ഇവിടെ നിർവഹിച്ചിട്ടുണ്ട്. ഇത് യൂണിയന്റെ തനതായ രീതിയിലുള്ളതാണ്. ഇതുപോലെ തന്നെ ഇന്ന് പടന്നക്കാട് സെക്ഷന്റെ കീഴിൽ യൂണിയന്റെ മറ്റൊരു വീട് വൈദ്യുതീകരിക്കപ്പെടും. മധുസൂദനൻ, വി ജനാർദ്ദനൻ, വിനോദ് ഓരി എന്നിവർ സംസാരിച്ചു. MV ജനാർദ്ദനായിരുന്നു അധ്യക്ഷൻ. K. ഭാരതൻ സ്വാഗതവും K. പ്രഭാകരൻ നന്ദിയും പറഞ്ഞു. പടന്ന പഞ്ചായത്തിൽ വൈദ്യുതി വെളിച്ചം ലഭിക്കാത്ത 4 വീടുകൾ മാത്രമാണ് നിലവിലുള്ളത്. ഈ വീടുകളിലും വൈദ്യുതി എത്തിക്കുന്നതോടെ പടന്ന സമ്പൂർണ്ണ വൈദ്യുതീകരണ പഞ്ചായത്താകും. KSEB വർക്കേഴ്സ് അസോസിയേഷൻ നീലേശ്വരത്തിന്റെ നേതൃത്വത്തിൽ കടിഞ്ഞുമൂലയിലെ മീനാക്ഷി, നാരായണി എന്നിവരുടെ വീടുകളിൽ സൗജന്യ വയറിംഗ് നടത്തി. സ്വിച്ച് ഓൺ കർമ്മം ജില്ലാ ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മോസിസ് രാജകുമാർ നിർവഹിച്ചു. ഇത്ര ഒരു സന്മനസ് തോന്നി. ഇതിങ്ങനെയൊക്കെ ജീവനക്കാർ ഒരിക്കലും ഒരു ഡിപ്പാർട്ട്മെന്റും ചെയ്യാത്ത കാര്യങ്ങളാണ് KSEB ചെയ്യുന്നത്. അതിനാൽ ഇവിടുത്തെ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, ഗവൺമെന്റ് തലത്തിലെ ജീവനക്കാർ ഒരിക്കലും നാട്ടുകാർക്ക് വേണ്ടി തന്റെ സ്വന്തം ശമ്പളത്തിൽ നിന്ന് കാശ് മുടക്കി ഒരിക്കലും ഒരു ഡിപ്പാർട്ട്മെന്റിലും ചെയ്യാത്ത പ്രവൃത്തികളാണ് KSEBയിലെ ജീവനക്കാർ ഇത് ഏറ്റെടുത്ത്. ബിക്കോസ് ഈ ഒരു സർക്കാരിന്റെ ഒരു പദ്ധതി പാവപ്പെട്ട എല്ലാ ജനങ്ങൾക്കും പ്രയോജനപ്പെടണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് KSEB ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. നീലേശ്വരം മുനിസിപ്പൽ കൌൺസിൽ സീമ വിവി അധ്യക്ഷത വഹിച്ചു. TP ആശ, മാമന വിജയൻ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. K. ശശിധരൻ നന്ദി രേഖപ്പെടുത്തി. KSEB വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കരുവളം, കരുണൻ, കൃഷ്ണൻ എന്നിവരുടെ വീടുകളിലും വൈദ്യുതി എത്തി. V. ലക്ഷ്മണൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സുലൈഖ അധ്യക്ഷത വഹിച്ചു. V. ജനാർദ്ദനൻ, മനോജ്, K. ശശിധരൻ എന്നിവർ സംസാരിച്ചു. K. കമലാക്ഷൻ സ്വാഗതവും ബാബുരാജൻ നന്ദിയും രേഖപ്പെടുത്തി. നീലേശ്വരം ചിന്മയ മിഷനും തൈക്കടപ്പുറം വിവേകാനന്ദ സേവാ സമിതിയും കടിഞ്ഞിമൂലയിൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. നീലേശ്വരം ചിന്മയ മിഷന്റെയും തൈക്കടപ്പുറം വിവേകാനന്ദ സേവാ സമിതിയുടെയും ആഭിമുഖ്യത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ശോഭനമായ ജീവിതം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ക്യാമ്പ്. വിവേകാനന്ദ സേവാ സമിതി പ്രസിഡന്റ് മുണ്ടയിൽ കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. അച്ഛനും അമ്മയും ഏകദേശം അവരുടെ സഹായം സമിതിയിലേക്ക് എത്തിക്കും. പിന്നീട് അച്ഛൻ ഒരു ശക്തിയായി, അമ്മ ഒരു അധികാരക്കാരായി. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാത്ര. അവർക്കൊക്കെ പിന്നീട് ഉള്ള രക്ഷാകേന്ദ്രം, അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ, ഇതൊക്കെയാണ്. ഈ വേദനാജനകമായ ഇന്നത്തെ കാലത്ത് ഇപ്പം ഏതവസ്ഥയിൽ നോക്കിയാലും അമ്മയും അച്ഛനും എനിക്ക് ജോലിക്ക് പോകണം. സംപൂജ്യ സ്വാമി വിശ്വാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു. മുണ്ടയിൽ രാഘവൻ, PU രാമകൃഷ്ണൻ നായർ എന്നിവർ സംസാരിച്ചു. ഹരികുമാർ പാലക്കാടായിരുന്നു ക്ലാസ് കൈകാര്യം ചെയ്തത്. കുഞ്ഞിക്കണ്ണൻ VV സ്വാഗതവും U ശശിമേനോൻ നന്ദിയും പറഞ്ഞു. നെല്ലിക്കാട്ട് കൊയ്യാടംവീട് തറവാട്ടിലെ പുക്കളത്ത് ചാമുണ്ടേശ്വരി ദേവസ്ഥാനത്തെ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. വിവിധ തെയ്യക്കൊലങ്ങൾ അരങ്ങിലെത്തി. നെല്ലിക്കാട്ട് കൊയ്യാടംവീട് തറവാട് പൂക്കളത്ത് ചാമുണ്ടേശ്വരി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി വീരൻ തെയ്യം, കുട്ടിച്ചാത്തൻ, കന്നിക്കൊരു മകൻ, വിഷ്ണുമൂർത്തി, പൂക്കളത്ത് ചാമുണ്ടേശ്വരി എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. നിരവധി ആളുകൾ മഹോത്സവം ദർശിക്കാനെത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അധികാരത്തോട് സത്യം പറയുക എന്നതാണ് കവിതയുടെ പ്രാഥമിക ധർമ്മമെന്ന് കവി സച്ചിദാനന്ദൻ. പടന്നക്കാട് നെഹ്റു കോളേജിൽ കാഞ്ഞങ്ങാട് കാവ്യോത്സവത്തിന് തുടക്കം. ദേശീയ വീരവിമുക്ത ദിനം. ജില്ലയിൽ വീരഗുളികകൾ വിതരണം തുടങ്ങി. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവത്തിന് ഫെബ്രുവരി 15-ന് പൗവൽ LBS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നടക്കും. മീഡിയ റൂം പ്രവർത്തനം ആരംഭിച്ചു.
ആലാമിപ്പള്ളിയിലെ DCRCയുടെ പ്രവർത്തനം ഉടൻ ആരംഭിക്കണം. ഭിന്നശേഷിക്കാരുടെ കാഞ്ഞങ്ങാട് ഏരിയ കൺവെൻഷൻ നടന്നു. ഹദിയ അതിഞ്ഞാല് നടത്തുന്ന ഹിദായ 2017 12 തുടക്കമാവും. ഹിദായയ്ക്കായി 20,000 പേർക്ക് ഇരിക്കാവുന്ന വേദിയൊരുങ്ങി. വൃക്കരോഗങ്ങളെ തിരിച്ചറിയാൻ സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പൊരുക്കി ലയൺസ് ക്ലബ് ബേക്കൽ ഫോർട്ട് പ്രവർത്തകർ. ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ മുഖം മാറുന്നു. ജീവനക്കാരുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ശില്പശാല സംഘടിപ്പിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.